വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം എൻട്രി സെനാരിയോസ് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാം, എൻട്രി കണ്ടുപിടിക്കാം, ഏത് ക്യാൻഡിലേക്ക് കയറണം, നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രി ഏതിലായിരിക്കണം. ഇതെല്ലാം നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിലെ 302 വീഡിയോയിൽ കൂടി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ഒന്നിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത് പെർഫെക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേ ബാഡ് എൻട്രീസ് നമുക്ക് അവോയ്ഡ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, അപ്പം ഇമോഷണൽ മാനേജ്മെൻറ്റിൻ്റെ കുറേയധികം പുതിയ വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണുക, അതെല്ലാം കേൾക്കണം. അതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങളിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മളെ തന്നെ റിഫൈൻ ചെയ്ത് കൊണ്ടിരുന്നത് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ ഞാൻ വാചകടിച്ച സമയം കളയുന്നില്ല. ലെറ്റ് us begin. നൗ ഇന്നത്തെ ദിവസം 1 ജൂലൈ 2025. ഓൾറൈറ്റ്. നൗ ആസ് പെർ സെബി റൂൾസ് നമുക്ക് കുറേ പ്രോഡുവാ. ഏപ്രിൽ 2000 ഓക്കെ ഇവിടം വരെ വന്നു. സോ നമ്മൾ എവിടെ വെച്ചാലും ചാർട്ട് കട്ട് ചെയ്യുന്നു. ഓൾറൈറ്റ്. ചാർട്ട് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്ന എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് ഏതായിരിക്കണം? എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് സോ നമ്മളുടെ ഇന്നത്തെ എൻട്രി സെനാരിയോ, ടെസ്റ്റിംഗ് സെനാരിയോ എന്ന് പറയുന്നത് ടൈം ഫ്രെയിം 3 മിനിറ്റ്. എൻട്രി ഓൺ പുൾ ബാക്ക്. ആദ്യത്തെ സെനാരിയോ പുൾ ബാക്കിൽ എൻട്രി വരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നു. രണ്ടാമത്തെ സെനാരിയോ എന്ന് പറയുന്നത് എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ്. അല്ലേ, ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തുമ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എല്ലാ സ്വിങ്ങിൻ്റെയും ഹൈയിലും ലോയിലും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈയിങ് സെനാരിയോസിലോട്ടാണ് കൂടുതൽ നോക്കുന്നത്. ബിക്കോസ് ബൈയിങ് സെനാരിയോ ഗിവ് യു മോർ മൊമെൻറ്റം മാർക്കറ്റിൽ. അപ്പം ബൈയിങ് സെറ്റപ്പ് ഈൽഡ് മോർ മണി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് നോക്കണ്ട, ജസ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാം ബൈയിങ് സെനാരിയോയിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സോ എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോഴത്തേനും വാട്ട് ഈസ് എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ്? ഒരു സ്ട്രക്ചർ നമുക്കിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ഇങ്ങനെ പല സ്വിങ് ഹൈയും ലോയും എല്ലാം ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പം ഇങ്ങനെ പോകുമ്പം ഇവിടെ ഇതാണ് അപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, റൈറ്റ്. അപ്പം അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ലോ എപ്പോൾ സ്വീപ്പ് ചെയ്യുന്നോ അപ്പം നമ്മൾ എൻട്രി എടുക്കുന്നു. അതാണ് എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ മേജർ ലിക്വിഡിറ്റി ഏതാണോ അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഏതാണോ ആ സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്നു. പക്ഷേ എൻട്രി എടുക്കുന്ന സെനാരിയോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ക്യാൻഡിൽ റെഡ് കളറിൽ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കൃത്യം അവൻ്റെ ബോട്ടത്തിൽ വെച്ച് എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എപ്പോഴും നമ്മളുടെ എൻട്രി സെനാരിയോ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഇങ്ങനെ ഫോം ചെയ്തതായിട്ട് വരുമ്പോൾ മേ ബി ഇത് മൾട്ടിപ്പിൾ ടൈംസ് 5-6 ക്യാൻഡിലായിരിക്കും വരുന്നത്. ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. എങ്കിൽ പോലും എൻട്രി എടുക്കുന്ന സമയത്ത് ക്യാൻഡിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നൗ അനദർ സെനാരിയോ എന്താണ്? പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്യാൻഡിൽ, അല്ലേ. എൻട്രി ഓൺ പുൾ ബാക്ക് ഫസ്റ്റ് സെനാരിയോ. ഇത് സെക്കൻഡ് സെനാരിയോ ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, അല്ലേ. അപ്പോൾ പെട്ടെന്നൊരു ക്യാൻഡിൽ ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ താഴോട്ട് വന്നു എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം എന്ത് പറ്റുന്നു? വീണ്ടും മാർക്കറ്റ് അതർ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് എന്ന് പറയുന്ന ഏരിയ ഇതാണ് പുൾ ബാക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത്, അല്ലേ. അപ്പം മാർക്കറ്റ് ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഈ ഒരു പോർഷൻ വെച്ചാണ് നമ്മൾ ബൈ സൈഡിലേക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് പുൾ ബാക്ക് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എൻട്രി എടുക്കത്തില്ല. പുൾ ബാക്ക് ക്യാൻഡിൽ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പുൾ ബാക്ക് സീരീസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം തന്നെ ഒരു 8ഓളം വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വാട്ട് ഈസ് പുൾ ബാക്ക്, അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാവരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ പുൾ ബാക്ക് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്താൽ ഈ എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ള സ്ട്രക്ചർ നമുക്ക് അന്നേരം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട, ആ എൻട്രി വേണ്ട. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓൾറൈറ്റ്. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് എൻട്രി വരുന്നതെന്ന് നോക്കാം. ഓൾറൈറ്റ്. ഇവിടെ നമ്മൾ എൻട്രി എങ്ങനെ വരുന്നതെന്ന് നോക്കാം. സോ മാർക്കറ്റ് താഴോട്ട് വരിക. സോ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെ താഴോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് അറിയേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ് എപ്പോഴാണോ പുൾ ബാക്ക് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബൈ സൈഡിലേക്ക്, ആ സമയത്താണ് നമ്മൾ നോക്കുന്നത്. ഓൾറൈറ്റ്. സോ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ലിക്വിഡിറ്റി ഇനി പ്രൈസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, അല്ലേ. പ്രൈസ് ഇവിടെ ഒന്ന് മുകളിലോട്ട് പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മുകളിലേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ പുൾ ബാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഈ സെനാരിയോയിൽ, റൈറ്റ്. ഞാനൊരു ഇച്ചിരി വലുതാക്കി വെക്കാം, അല്ലേ. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. സ്വിങ്, അതായത് ഇങ്ങനെ സ്വിങ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പം സ്വിങ്ങിനിടയ്ക്ക് പുൾ ബാക്ക് ക്യാൻഡിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു സ്ട്രക്ചറിനകത്ത് പുൾ ബാക്ക് ക്യാൻഡിലുണ്ടോ? ഇല്ല, റൈറ്റ്. പുൾ ബാക്ക് ക്യാൻഡിൽ നമ്മൾ ആ പറഞ്ഞ പ്രത്യേകം ഫീച്ചറിനകത്ത്, അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ
ബോട്ടം പോർഷൻ ലോ എടുത്തിരിക്കണം, അങ്ങനെയുള്ള ക്യാൻഡിലിനെയാണ് പുൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്ട്രക്ചറിലാണെങ്കിലും മൈനർ ടൈം ഫ്രെയിമിൻ്റെ ഏത് സ്ട്രക്ചറാണെങ്കിലും അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ആ 3 മിനിറ്റിനകത്താണെങ്കിൽ പോലും കൃത്യമായിട്ട് പുൾ ബാക്ക് ക്യാൻഡിൽ നമ്മൾ കണ്ടിരിക്കണം. ഇതിനകത്ത് പുൾ ബാക്ക് ഇല്ല, പകരം പ്രൈസ് താഴോട്ട് വരുന്നു, അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു. സ്വിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ വാട്ട് ആർ വി ഗോയിങ് ടു ഡു? ഇതാണ് നമ്മളുടെ ബോട്ടം സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലേ? എന്ത് നമ്മളുടെ സ്വിംഗ് സ്ട്രക്ചറിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പാണ് ഇതിന് താഴെ പ്രൈസ് വരുമ്പോൾ നടക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എൻട്രി ഉണ്ട്. സോ നമ്മളുടെ എൻട്രി എവിടെയായിരിക്കും? ആക്ച്വലി ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഹൈയിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഹൈയസ്റ്റ് ഫോമിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ബോട്ടം ആയിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്, റൈറ്റ്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻട്രി വന്നിട്ടില്ല. ഇപ്പോൾ സ്വിംഗ് സ്ട്രക്ചറിനകത്ത് ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ സമയത്ത് എൻട്രി വരുന്നു. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, എൻട്രി വന്നോ? ഇല്ല, ക്വാളിഫൈ ചെയ്യുന്നില്ല. എൻട്രി വന്നോ? ഇല്ല, കിട്ടിയില്ല. വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി, അല്ലേ? അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, റൈറ്റ്? അപ്പോൾ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇനി ഇൻറ്റേർണലി സ്വിങ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. സ്വിങ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ആ എൻട്രി വേണ്ട, ഓക്കെ? അപ്പം എക്സ്റ്റേണലി ഒന്നെങ്കിൽ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുമ്പോൾ എൻട്രി, അല്ലെങ്കിൽ ഇൻറ്റേർണലി സ്വിങ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സ്വിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്ട്രക്ചർ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് വരുന്നതെന്ന്. സോ സ്വിങ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്? അപ്പോൾ ഇവിടെ ഒരു സ്വിങ് ഫോർമേഷൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല, അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ പുൾ ബാക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത്, അതെ? അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി ഉണ്ട്. സോ ലെറ്റ് സി എന്താണ് വരുന്നത് നോക്കാം. ഇവിടെ ഒരു പുൾ ബാക്ക് വന്നു. ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മൾ എവിടം വരെ ടാർഗറ്റ് ചെയ്യണം? ഇവിടം വരെ, ഈ സ്വിങ് വരെയും നമുക്ക് 62 പോയിൻ്റ് ഉണ്ട്, അല്ലേ? ആ ഒരു സ്വിങ് വരെ നമുക്ക്, അതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ നമുക്ക് അത് കിട്ടി. കൃത്യം ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുന്നു, മുകളിലേക്ക് പ്രൈസ് പോകുന്നു. സോ പ്രൈസ് മൂവ്സ് ഇൻ ടൂസ്, 1 ടൈം 2 ടൈം, അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രൈസ് ആക്ഷൻ്റെ ഒരു ബേസിക് ഫീച്ചർ ഇവിടെ കാണുന്നുണ്ട് ഏകദേശം, റൈറ്റ്? നൗ പുൾ ബാക്കിൽ ഒരു എൻട്രി കിട്ടി. ഇവിടെ വന്നിരിക്കുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചർ സ്വിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അവിടെ സ്വിങ്ങിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് മോർ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? പുൾ ബാക്കിനാണ് കൊടുക്കുന്നത്, ഓൾ റൈറ്റ്? നൗ മുന്നോട്ട് പോവുകയാണ് വീണ്ടും. അപ്പോൾ നമ്മളുടെ എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഇത് മറന്നു പോകരുത്, റൈറ്റ്? ഇവിടെ ഇരിക്കട്ടെ. സോ ഇനി മുന്നോട്ട് പോവാം. സോ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്ട്രക്ചർ നോക്കുക, ഇത് എന്ത് സ്വിങ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക, ഓൾ റൈറ്റ്? അപ്പോൾ അന്നത്തെ ദിവസത്തെ തീർന്നു. അപ്പോൾ നമുക്കൊരു എൻട്രി കിട്ടി, ഓക്കെ? അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ എൻട്രി, സക്സസ്, ഓൾ റൈറ്റ്? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യട്ടെ. സ്വിങ് ആണോ പുൾ ബാക്ക് ആണോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. സോ പേഷ്യൻ്റ്ലി വി വിൽ ബി വെയിറ്റിംഗ് ഫോർ ദ സെറ്റപ്പ്, ഓക്കെ? നൗ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പം, അല്ലേ? സോ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, റൈറ്റ്? ഇതൊരു പുൾ ബാക്ക്, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബോട്ടം പ്രൈസ് എടുക്കുന്നുണ്ട്. സോ ഇതൊരു പുൾ ബാക്കാണ് നമ്മളെ സംബന്ധിച്ച്. സോ ഇതും ഒരു പുൾ ബാക്കാണ്. നെക്സ്റ്റ് സോ ഇവിടെ വന്നപ്പം എന്ത് സംഭവിച്ചു? വീണ്ടും ഇൻറ്റേർണലി പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്വിങ്ങും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ മോർ ഇമ്പോർട്ടൻസസ് നമ്മൾ കൊടുക്കുന്നത് പുൾ ബാക്ക് സെറ്റപ്പിന് കൊടുക്കുക. ബിക്കോസ് നമ്മൾ എൻട്രി ഓൺ പുൾ ബാക്ക്, എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ലിക്വിഡിറ്റി ഉണ്ട്, പക്ഷേ അതെല്ലാം എക്സ്ട്രീം ബോട്ടം പുൾ ബാക്ക് ഉണ്ട്, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ പ്രൈസ് എങ്ങോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി തിരിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ നോക്കുന്നത് വീണ്ടും പ്രൈസ് ആ ഏരിയയിലോട്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്, ഓൾ റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കണം. സോ അന്നത്തെ ദിവസം എൻട്രി ഒന്നും കിട്ടിയില്ല. സോ ഫ്ലാറ്റ് മാർക്കറ്റ് ഒരു എന്താ പറയുന്നത് റേഞ്ച് ബൗണ്ട് സെനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് പോയി. സോ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ. അപ്പം സ്വിങ് സെറ്റപ്പ് ഉണ്ട്. സ്വിങ് ലിക്വിഡിറ്റി സ്വീപ്പിലേക്ക് നമ്മൾ ഇതിന് ബോട്ടം നോക്കരുത്, അത് വേണ്ടത് നോക്കുക. ഇപ്പം മുകളിലോട്ട് പോയി. അപ്പം ഒരു റേഞ്ച് വിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഇൻറ്റേർണലി എന്ത് പറ്റി? സ്വിങ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്? സ്വിങ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ പുൾ ബാക്ക് ഇവിടെ പ്രോപ്പറായിട്ട്
ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതും ഒരു പുൾ ബാക്കാണ് ആക്ച്വലി, ഈ രണ്ടെണ്ണം. സോ ഇതും ഒരു പുൾ ബാക്കാണ്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്കാണ്, റൈറ്റ്. അപ്പം 3 ക്യാൻഡിൽ പുൾ ബാക്ക്, സ്വിങ് സ്ട്രക്ചർ എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നോർ നമ്മളുടെ പുൾ ബാക്ക്. ബിക്കോസ് ഈ ഒരു പുൾ ബാക്കിൻ്റെ അടുത്തേക്ക് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞു. സോ ഈ പുൾ ബാക്ക് മിറ്റിഗേഷൻ ഓൾറെഡി ഡൺ ഇവിടെ. ബിക്കോസ് ഇതുണ്ടോ, ഈ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഏകദേശം ഇവിടെ സ്വീപ്പ് ചെയ്യാൻ ഏകദേശം 2-3 പോയിൻ്റേ ഉള്ളൂ. ആ ഒരു പോയിൻ്റ് അത്രയും പ്രൈസ് താഴെ വന്ന് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ പുൾ ബാക്ക് ആക്ച്വലി മിറ്റിഗേറ്റ് ചെയ്തു. മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നതാണ് സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ്, അല്ലേ? സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ മിറ്റിഗേറ്റഡ് പുൾ ബാക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? മിറ്റിഗേറ്റഡ് പുൾ ബാക്ക്, ഇഫ് പുൾ ബാക്ക് ഈസ് മിറ്റിഗേറ്റഡ്, അവോയ്ഡ് എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ്. അണ്ടർസ്റ്റുഡ്? അവോയ്ഡ് എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ്. ബിക്കോസ് പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പുൾ ബാക്ക് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തു, അതായത് പുൾ ബാക്ക് ഇവിടെ ഓൾറെഡി വന്നിട്ട് പ്രൈസ് ഇതിന് താഴെ വന്നോ ഇല്ലയോ എന്ന് നോക്കണ്ട, പ്രൈസ് അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ്. സോ ദാറ്റ് മീൻസ് ഓൾറെഡി ഡിസ്കൗണ്ടഡ്. സ്വീപ്പ് ചെയ്യണമെന്നൊന്നും ഇല്ല പുൾ ബാക്കിൻ്റെ അടുത്ത്. അതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി ഉണ്ട്, അതിൻ്റെ ഫോർമേഷൻ കണ്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സേഫ് സൈഡിന് വേണ്ടിയിട്ട് പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്ത് പോയി. അപ്പോൾ പ്രൈസ് എന്ത് വരണം? എക്സ്ട്രീം ഡിസ്കൗണ്ടിലേക്ക് ഇനിയും പ്രൈസ് പോയെന്നിരിക്കാം, താഴോട്ട് വന്നെന്നിരിക്കാം. ഇനിയും മുകളിലോട്ട് ഓൾറെഡി പ്രൈസ് പോയിട്ട് സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇനി സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്യണമെങ്കിൽ സമയർ ഹിയർ ഇവിടെ സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് ആ സ്വിങ് സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ് എന്നുള്ള രീതിയിലേ നമ്മൾ നോക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലായി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ പുൾ ബാക്ക് അത് കഴിഞ്ഞു. നെക്സ്റ്റ് സി പ്രൈസ് എക്സ്ട്രീം ഒരു പുൾ ബാക്ക് സ്ട്രക്ചറിലേക്ക് പുൾ ബാക്ക് സ്വീപ്പിങ് ചെയ്തു ഒരു പുതിയ സ്വിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് എന്ത് വേണം? ഈ വന്നിരിക്കുന്ന വരവിൽ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ പുൾ ബാക്കിൽ നിന്ന് എൻട്രി നമുക്ക് മുകളിലോട്ട് നോക്കാൻ പറ്റും. ഓൾ റൈറ്റ്. അല്ലെങ്കിൽ എന്ത് വരണം? ഇവിടെ സ്വിങ് ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്വിങ്ങിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. സോ സ്വിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ പുൾ ബാക്ക് ഇല്ല ഇതിനകത്ത്. ഇപ്പം ഒരു ഇപ്പോൾ എന്ത് പറ്റി? പ്രൈസ് ഒരു റേഞ്ചിങ് സെനാരിയോയിൽ വന്നു, സ്വിങ് ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്? ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് സ്വിങ് ഫോർമേഷനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ആ വന്നിരിക്കുന്ന എക്സ്ട്രീം സ്വിങ് ഫോർമേഷൻ്റെ ബോട്ടം എന്ന് പറയുമ്പോൾ നമുക്കൊരു എൻട്രി ഉണ്ട്, ആ സ്വിങ്ങിൻ്റെ ബോട്ടം. അപ്പം ആ സ്വിങ്ങിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, അല്ലേ? ഇതല്ലേ അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. ഒരു സ്വിങ് സ്ട്രക്ചറല്ലേ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിന് ബോട്ടം പ്രൈസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എൻട്രി നോക്കാം കിട്ടുമെന്ന്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഇൻവാലിഡ് അത് പോയി. അപ്പോൾ നമുക്ക് എൻട്രി ഇല്ല. സോ നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം. നമ്മൾ വിചാരിച്ചിരിക്കുന്ന അതേ സെറ്റപ്പ് നമ്മുടെ മുന്നിൽ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഡിസിപ്ലിൻ. അച്ചടക്കം എന്ന് പറയുന്ന സംഭവം അതാണ്. സോ ട്രേഡിംഗ് ഈസ് ഓൾ അബൌട്ട് ഡിസിപ്ലിൻ, അല്ലേ? ഡിസിപ്ലിൻ ഉള്ളവരെ സംബന്ധിച്ച് മാത്രമേ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലം എന്തുവാട്ടെ, അപ്പോൾ നമുക്കത് മാക്സിമം റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് മുകളിലോട്ട് പോയി. അന്നത്തെ ദിവസം എൻട്രി ഒന്നും കിട്ടിയില്ല, നല്ല കാര്യമില്ലേ? അപ്പോൾ ഇവിടെ ഒന്നും എൻട്രി ഒന്നും ഇല്ല, ചെറിയൊരു റേഞ്ചിൽ വന്നിട്ട് പ്രൈസ് പോയി. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം വന്നു? ഇവിടെ 40-50 പോയിൻറ്റിൻ്റെ ഉള്ളൂ. അതിനകത്ത് ഓപ്ഷനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം അന്ന് നമുക്ക് എൻട്രി കിട്ടിയില്ല. കിട്ടാതിരുന്നത് നല്ലതായില്ലേ? അതാണ് നമ്മളൊരു സെറ്റപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം. സോ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആയി. അപ്പോൾ നമ്മൾ അനലൈസിസ് പാരലൈസിസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ട് നമ്മളിതെല്ലാം റീഡ് ചെയ്ത് എന്തെല്ലാം ചെയ്യുന്നതൊക്കെ നമ്മൾ സിമ്പിൾ സെറ്റപ്പ് ഫോളോ ചെയ്യുക. കീപ്പ് ഇറ്റ് സിമ്പിൾ. എന്താണ് ചെയ്യാൻ പോകുന്നത്? അന്നത്തെ മാർക്കറ്റിനകത്ത് എന്താണ് സ്ട്രക്ചർ, ക്ലീൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുക. സോ നെക്സ്റ്റ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കുക. സോ എന്ത് പറ്റി? മാർക്കറ്റ് വീണ്ടും വൺ സൈഡ് താഴോട്ട് പോവുക. സ്വിങ്ങും ക്രിയേറ്റ് ചെയ്യുന്നില്ല, പുൾ ബാക്കും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ വെയിറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒന്നും പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ പ്രൈസ് എന്ത് പറ്റും? പ്രൈസ് ഇതിന് താഴെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എൻട്രി ഉണ്ട്. ബിക്കോസ് പുൾ ബാക്ക് സ്വീപ്പാണ് വരുന്നത്, റൈറ്റ്? സോ നെക്സ്റ്റ് ക്യാൻഡിൽ താഴോട്ട് വന്നില്ല. സോ പ്രൈസ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് വീണ്ടും ഇവിടെ വന്ന് നിൽക്കുക. പക്ഷേ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ പുൾ ബാക്കിൻ്റെ ക്യാൻഡിൽ ജസ്റ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയി. അപ്പം മിക്കവാറും ഈ പുൾ ബാക്കിൻ്റെ രീതിയിൽ വരുമ്പോഴത്തേനും പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ക്വിക്ക് മൊമെൻറ്റത്തിലായിരിക്കും. കണ്ടോ, ഒരു സൈഡിലേക്ക് തന്നെ വീണ്ടും പോകുന്നുണ്ടോ?
സോ അത് പോയി, ആ എൻട്രി പോയി, നമ്മളെ സംബന്ധിച്ച് ഇല്ല. ബിക്കോസ് ഇതിൻ്റെ ബോട്ടം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബോട്ടം വന്നില്ല. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു നല്ല ടാർഗറ്റ് ഉണ്ടാകും. ഈ ഒരു ഏകദേശം ഏരിയ വരെ ഇവിടം വരെയിൽ നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ. പക്ഷേ അവിടെ വന്നോ ഇല്ല. സോ അത് പോട്ടെ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്വിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ അന്നത്തെ ദിവസത്തെ ഹയർ സൈഡിൽ തന്നെ ഒരു വൺ സൈഡ് റാലി നടക്കുന്നത്. സോ അന്ന് അത് പോയി, വേറെ ട്രേഡൊന്നുമില്ല. സോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ബെസ്റ്റ് ട്രേഡിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ട്രേഡ് കിട്ടും, ചിലപ്പോൾ നമുക്ക് ട്രേഡ് കിട്ടത്തില്ല. സോ നമ്മുടെ സമയം വരുമെന്ന് ഇത് എൻ്റെ സമയം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കുക, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ ഒരു അങ്ങനെ നമുക്ക് നോക്കിയിരിക്കാൻ ക്ഷമയില്ലെങ്കിൽ യു നീഡ് ടു ലേൺ എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് അല്ലേ. എന്നിട്ട് ആ സ്ട്രാറ്റജി മുഴുവൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ സ്ട്രാറ്റജികളെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യണം. ഇപ്പോൾ എൻട്രി ഓൺ പുൾ ബാക്ക് എന്ന് ഞാൻ പറഞ്ഞു, എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ്, രണ്ട് സ്ട്രാറ്റജി ഒരുമിച്ച് നമ്മൾ നോക്കുകയാണ്. എന്നിട്ട് അതിനെ റിഫൈൻ ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻട്രി കിട്ടാൻ ചാൻസസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ മൂന്നാമത്തെ സ്ട്രാറ്റജി വോളിയം ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മുടെ മെമ്മറിക്കകത്ത് നമ്മൾ ലോഡ് ചെയ്ത് വെക്കണം, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എന്ന് നോക്കണം. സോ നമ്മളുടെ പഠനം, ബാക്ക് ടെസ്റ്റിങ്, ഇതെല്ലാം 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് എത്ര സ്ട്രാറ്റജി വേണമെങ്കിലും ഫോം ചെയ്യാം. അതെല്ലാം മെമ്മറൈസ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. അല്ലെങ്കിൽ ഗോ വിത്ത് വൺ സെറ്റപ്പ്. ആദ്യം ഒരു സെറ്റപ്പിൽ ഫോക്കസ് ചെയ്യാം. അതിനുശേഷം അത് നമ്മൾ കീപ്പ് ഓൺ മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, രണ്ടാമത്തെ എൻട്രി സെറ്റപ്പ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക, മനസ്സിലായോ? മൂന്നാമത്തെ സെറ്റപ്പ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിനകത്ത് വിന്നിങ് റേറ്റ് വരുമ്പോൾ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ മാർക്കറ്റ് തരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പം അതിനെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ അധികം പേഷ്യൻസോടുകൂടി മാർക്കറ്റിലിരുന്ന് ലൈവ് മാർക്കറ്റിൻ്റെ ഒപ്പവും നമ്മളുടെ ഈ പാസ്റ്റ് മാർക്കറ്റിലും ഇത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ വന്നു. സോ ഒരു സൈഡിലേക്ക് തന്നെ പോയി. സോ ഒരു സ്വിങ്. സോ ഇതൊരു എന്താണ് പറയുന്നത്, ഒരു 3 ക്യാൻഡിലായിരുന്നു അല്ലേ. 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആയിരുന്നു. ആ പുൾ ബാക്ക് എന്ത് പറ്റി, 3 ക്യാൻഡിൽ പുൾ ബാക്ക്, അത് ഇൻസൈഡ് റേഞ്ച് ആയിപ്പോയി. അപ്പോൾ നമുക്കതിനെ 3 ക്യാൻഡിൽ പുൾ ബാക്ക് എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊരു സ്വിങ് സ്ട്രക്ചറായിട്ട് കൂട്ടാം. സ്വിങ് സ്ട്രക്ചറിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്യുമ്പം എന്താണെങ്കിലും നമുക്കൊരു എൻട്രി ഉണ്ട്. ഓൾ റൈറ്റ്, നോക്കാം കിട്ടുമെന്ന്. ഇവിടെ നമുക്ക് എൻട്രി വന്നു. ഇതിന് ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്ത്. അപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, പ്രൈസ് ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇതിന് താഴോട്ട്, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതിന് താഴോട്ട് ട്രേഡ് ചെയ്ത് വരുമ്പോഴായിരിക്കണം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ സംവേർ ഹിയർ നമുക്ക് ഇവനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടം വരെ നമുക്ക് ഒരു 39 പോയിൻറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ ക്യാൻഡിൽ റെഡ് കളറിൽ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും അല്ലേ. ഇതാണ് ഈ ഫസ്റ്റ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ എന്താണ്, ഇതുണ്ടോ, ഈ ഒരു ഏരിയ വരെ പ്രൈസ് ഇങ്ങനെ താഴോട്ടിറങ്ങി വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഈ ഒരു സ്വിങ് സ്ട്രക്ചർ നോക്കിയിരിക്കുകയാണ്. ഇത് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യാത്ത സെനറിയോ ആണ് താനും. അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി ഏകദേശം 10-40 പോയിൻറ്റോളം നമുക്ക് കിട്ടും. റൈറ്റ്, കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നോക്കാം കിട്ടുമെന്ന്. അപ്പം ലെറ്റ്സ് സീ. അത് ഫെയിലായി. പക്ഷേ നമ്മൾ നോക്കുന്നത് അത് നമുക്ക് അന്നത്തെ ദിവസം ടാർഗറ്റ് അടിക്കുമെന്ന് കൂടെ നോക്കാം. സോ ഭയങ്കര വോളറ്റൈൽ മാർക്കറ്റ്. ആ ഏരിയ കംപ്ലീറ്റ്ലി ഈവൻ ദെൻ നമുക്ക് ആ എൻട്രി എടുത്തതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ടാർഗറ്റ് അന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. ഏകദേശം 40 പോയിൻറ്റോളം നമുക്ക് കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര പോയിൻറ്റ് താഴ്ത്തു പോയി, നമുക്കൊരു റിയലിസ്റ്റിക് സ്റ്റോപ്പ് ലോസ് വേണമല്ലോ, 46 പോയിൻറ്റോളം വന്നു. സോ 1:1 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണെങ്കിൽ നമ്മൾ ആക്ച്വലി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. എങ്കിൽ പോലും പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇത് കിട്ടി. അപ്പം ദിസ് ഈസ് ഫെയിൽഡ് സെറ്റപ്പ് നമുക്ക് കൂട്ടാം. സോ 1 ഈസ് ഫെയിൽഡ് ബട്ട് ടാർഗറ്റ് മിറ്റിഗേറ്റഡ്. റൈറ്റ്. പിന്നീട് ലേറ്റർ സ്റ്റേജിൽ നൗ നെക്സ്റ്റ് സെറ്റപ്പ്. സോ നമ്മളുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇമോഷണൽ മാനേജ്മെൻറ്റ് വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. സോ എല്ലാ സെറ്റപ്പിനകത്തും നമ്മൾ റിസ്കിനെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൂൾസിനെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്, നമ്മൾ നഷ്ടങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രേഡിംഗ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. റൈറ്റ്. അപ്പം എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വിചാരിക്കരുത്. സോ നൗ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതും ഒരു സ്വിങ് സ്ട്രക്ചറാണ്. റൈറ്റ്. സ്വിങ് സ്ട്രക്ചറിൻ്റെ ബോട്ടം, ഇതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഒരു എൻട്രി ഉണ്ട്. റൈറ്റ്. സോ നെക്സ്റ്റ് ഡേയിൽ വന്നു പ്രൈസ് യൂസ് ഈ സ്വിങ് സ്ട്രക്ചറിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തതിന് ശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി കണ്ടോ, എത്ര പോയിൻറ്റ് മുകളിലോട്ട് പോയി കണ്ടോ, 77 പോയിൻറ്റ് മുകളിലോട്ട് വന്നു. നമുക്കൊരു എൻട്രി ആ വന്നാക്കുന്ന വരവെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്യാൻഡിൽ 3 മിനിറ്റിൻ്റെ ക്യാൻഡിലിനകത്ത് ഈ സ്വിങ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക്
എൻട്രിയിൽ കയറുവാണെങ്കിൽ സോ അത് നമ്മൾ വിടുന്നു, ബിക്കോസ് അത് ഹൈ മൊമെൻറ്റം ട്രേഡിംഗ് ആണ്. അത് നമ്മളത് ഏർലി മോർണിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ കുറേ നാളും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അതിനൊപ്പം ഇതുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അറിയണം ഇതിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ഈ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു റെഫറൻസ് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ബൈ ചെയ്ത് കഴിഞ്ഞാൽ സംടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ സെറ്റപ്പ് കണ്ടു, നോ പ്രോബ്ലം, ഞാനത് കൗണ്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് അടുത്ത അന്നത്തെ ദിവസം തന്നെ പ്രൈസ് മുകളിലോട്ട് പോവാം. അപ്പം നമ്മൾ ഒരു സ്വിങ് സ്ട്രക്ചർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇത് പുൾ ബാക്കാണ് അല്ലേ, സ്വിങ് ഫോം ചെയ്യുന്നുണ്ട്. പുൾ ബാക്ക് സ്വിങ് ഫോം ചെയ്തുകൊണ്ട് പുൾ ബാക്ക് ഇതിന് തൊട്ടടുത്തായതുകൊണ്ട് പ്രൈസ് ഇതിന് ഓട്ടം വരുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് ഫിനിഷ്. അപ്പം ട്രേഡ് ചെയ്ത് താഴോട്ടിറങ്ങി വരുമ്പോഴത്തേനുമാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ്, പ്രൈസ് വരുന്നുണ്ട്, വന്നു, റൈറ്റ്. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ല നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ പേടിക്കാതിരിക്കുകയാണ്. നമുക്ക് ടാർഗറ്റ് എവിടെ വെക്കാൻ പറ്റും? ഇവിടെ ഒരു 41 പോയിൻ്റ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ നമ്മൾ 2 കൂട്ടം ടാർഗറ്റ് നോക്കുക. ഒന്ന്, ഇവിടെ ഒരു മിറ്റിഗേഷൻ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹൈ വോളിയം ക്യാൻഡിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹൈ വോളിയം ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഒരു പകുതിക്ക് ഒരു പകുതി റേഞ്ചിന് വെക്കുക. ബിക്കോസ് ഹൈ വോളിയം ക്യാൻഡിലിൻ്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കളയണം. എങ്ങനെയാണെങ്കിലും അന്നത്തെ ദിവസം അത് ട്രേഡ് വരും. ഓക്കെ, അപ്പം പിന്നെയാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിങ് സ്ട്രക്ചറിൽ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ബോട്ടം പോർഷൻ പ്രൈസ് ഒന്നും കൂടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഇങ്ങനെയല്ലേ വന്നാക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ വന്നു വെച്ച് പ്രൈസ് ഒരൊറ്റ വരവ് താഴോട്ട്, റൈറ്റ്. അപ്പം ഇനി തിരിച്ചു വരുമ്പോൾ എന്താണ് മാർക്കറ്റ് നോക്കുന്ന ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത്, തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ വരവ് ഇങ്ങോട്ട്. അപ്പോൾ എവിടെയാണ് ഈ പോയിന്റും കൂടെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, മനസ്സിലായോ? ബിക്കോസ് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് എന്താണ്, ബിക്കോസ് ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രൈസ് ഡിസ്കൗണ്ടിങ്. 2 സൈഡിലേക്കും പോകും. അതാണ് ട്രേഡിംഗ് ഒരു ഡിഫിക്കൽട്ട് സെനാരിയോ ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബൈ ചെയ്തവരും സെൽ ചെയ്തവരും എല്ലാ കൂട്ടരും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തെല്ലാം ചെയ്താലും നമ്മൾ വി വിൽ ബി ഔട്ട് ഓഫ് ദ ഗെയിം. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ പുറത്തോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. സോ പ്രൈസ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു ഏരിയയിൽ കറക്റ്റായിട്ട് നമ്മളിവിടെ എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കുന്നു. സോ നെക്സ്റ്റ് ലെറ്റ് സി. സോ ടാർഗറ്റ് വന്നു ബിക്കോസ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് എന്തായിരുന്നു, സ്വിങ് സ്ട്രക്ചർ, സ്വിങ് സ്വീപ്പ് ചെയ്യുന്നു, പുൾ ബാക്കിലോട്ട് വരുന്നു, ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് തിരിച്ച് റിവേഴ്സ് അടിക്കും, മനസ്സിലായോ? അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പറ്റി, ഒരു ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലും കൂടെ നമ്മളിവിടെ കണ്ടു. ആ കണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, അവിടെ കയറി പ്രൈസ് ടാപ്പ് ചെയ്യും, കണ്ടോ, സിമ്പിൾ, മനസ്സിലായോ? അപ്പം അതാണ് ഇതിനകത്തെ കാര്യം. അപ്പം നമ്മൾ വോളിയം കൂടെ നമ്മൾ നോക്കുമ്പം അങ്ങനെ വരുമ്പം വോളിയത്തിൻ്റെ ഡിസ്കൗണ്ടിങ് എ വോളിയം ക്യാൻഡിൽ ഈസ് ഇൻസേർട്ടഡ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ പ്രൈസ് ട്രേഡ് ചെയ്യും. പക്ഷേ 100% ഷുവർ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 100% ഷുവർ എന്നുള്ള രീതിയിലുള്ള ട്രേഡ് സെറ്റപ്പ് വരുമ്പോഴത്തേനും എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വിചാരിക്കും, ഓക്കെ ഹൈ വോളിയം ക്യാൻഡിൽ ഇൻസേർട്ടഡ്, പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്, ഉടനെ തന്നെ പ്രൈസ് നേരെ തിരിച്ചു പോയി അങ്ങോട്ട് പോയി അതിൻ്റെ മുകളിൽ കയറും. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ 100% എൻ്റെ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഫുൾ എമൗണ്ട് പിടിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ എൻട്രി അടുത്ത ക്യാൻഡിൽ രണ്ടാമത്തെ സ്വീപ്പിൽ പ്രൈസ് താഴോട്ട് പോയെന്നിരിക്കും ചിലപ്പം. ദാറ്റ്സ് ഓൾ അബൌട്ട് മാർക്കറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആ വരുന്നതിനകത്ത് നമ്മൾ നോക്കുന്നത് മിനിമം സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കുക. കിട്ടുവാണെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ബട്ട് സ്റ്റിൽ വാട്ട് ആർ വി ഡൂയിങ്, വി ആർ ട്രേഡിങ് ഓൺ എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അണ്ടർസ്റ്റുഡ്. അപ്പം ദിസ് ഈസ് സക്സസ്, റൈറ്റ്. ഈവൻ ദെൻ സി പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ, നമ്മളിവിടെ എൻട്രി വെച്ച് അതിന് താഴെ പ്രൈസ് പോയി, അതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു അല്ലേ. അപ്പം ഹൈ മൊമെൻറ്റം ട്രേഡിങ്ങിൽ ബിക്കോസ് ഓഫ് എന്താണ് പുൾ ബാക്ക് ക്യാൻഡിൽ കറക്റ്റായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഈ നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് അല്ല കോൺഫ്ലുവൻസസ് ഇവിടെ മാർക്കറ്റിൽ നമ്മൾ കാണുന്നുള്ളത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ട്രേഡിൽ വേണോ വേണ്ടോ എന്നുള്ള ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ അടുത്ത മനസ്സിലായ എന്താണ് ഇവിടുത്തെ നമ്മളുടെ എന്താണ് എൻട്രി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ് വിത്ത് റെസ്പെക്ട് ടു ദ സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ് അല്ലേ. പ്രൈസ് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത ഈ സ്ട്രക്ചറിനെ സംബന്ധിച്ച് ഒന്നുമല്ലാത്ത ഒരു ഏരിയയിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പ്ലസ് ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിലും ഉണ്ടായിരുന്നു. പുൾ ബാക്ക് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ അത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ മുകളിലേക്കാണ്. 100% ആണോ അല്ല, 80% അല്ലെങ്കിൽ 70%, 50%, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ബട്ട് കോമൺലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന സെനാരിയോ അതാണ്, റൈറ്റ്. 100% പെർഫെക്റ്റോട് കൂടിയിട്ടുള്ള സെറ്റപ്പ് എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല. സോ ഇങ്ങനെ കാണുമ്പം പ്രൈസിൻ്റെ ഡൈനാമിക്സ്, പ്രൈസ് മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയെടുക്കുക, മനസ്സിലായോ? എന്നെ ഇരുന്ന് വീഡിയോയ്ക്ക് ഇരുന്നുകൊണ്ട് ഡിസ്ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയും കമൻറ്റ് ബാഡായിട്ട് എഴുതിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു തരുന്നത് ഐഡിയയാണ്. ഇഫ് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് ഇൻ യുവർ ട്രേഡിംഗ് ആൻഡ് സ്റ്റാർട്ട് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഡു ഓൺ ദിസ് പെർഫെക്റ്റ് ഓൺ ദിസ് സെറ്റപ്പ്, മനസ്സിലായി? സെറ്റപ്പ് എങ്ങനെ പെർഫെക്റ്റ് ചെയ്യുന്നത് 2023 തൊട്ടുള്ള ചാർട്ട് തൊട്ട് ഇങ്ങോട്ട് അങ്ങ് വന്ന് കംപ്ലീറ്റ് അങ്ങ് ട്രേഡ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമ്മളിങ്ങനെ ട്രേഡ് ചെയ്തല്ല, ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ആൻ എഡ്ജ്.
ഓക്കെ, ട്രേഡിങ്. നൗ ലെറ്റ്സ് സീ പ്രൈസ്. വീണ്ടും പ്രൈസ് താഴെ പോകുന്നു, റൈറ്റ്. അപ്പം ഇൻക്രീസ് വോളിയം ക്യാൻഡിൽ ഇൻക്രീസ് വന്നിട്ട് എന്ത് പറ്റി? ആ ക്യാൻഡിലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എന്താണെങ്കിലും പോയി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് 100% ഇവിടെ ഒരിക്കലും ഇൻക്രീസ്ഡ് വോളിയം വന്നു അതുകൊണ്ട് അത് സ്വീപ്പ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 100% ഒരു ഗ്യാരണ്ടി ഇല്ല. മനസ്സിലായോ? മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് സെൻറ്റിമെൻറ്റ്സ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പ്രൈസ് താഴോട്ട് പോകുന്നു. അപ്പോൾ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇനി എന്ത് പറ്റണം? ഇനി ഒന്നെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകണം, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുമ്പോൾ ഒരു എൻട്രി ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ആ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വരുവാണെങ്കിൽ അന്നേരം നമുക്കൊരു എൻട്രി ഉണ്ട്. സപ്പോസ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അതിന് മുകളിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുവാണ്, ഒരു നമ്മളുടെ എൻട്രി ആണ് ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ റേഞ്ചിങ് സെനാരിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി പുൾ ബാക്കിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എങ്ങോട്ട് പ്രൈസ് പോകും. സോ പ്രൈസ് വീണ്ടും താഴോട്ട് വന്നു, റൈറ്റ്. അപ്പം താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ക്രിയേറ്റ് വെരി ഗുഡ്. ഇപ്പോൾ ഇവിടെ നോക്കി ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. സോ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ അത് സ്വീപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ. സോ ഇവിടെ ഇത് പുൾ ബാക്കാണ്, ഇത് പുൾ ബാക്ക് അല്ല. സോ വാട്ട് ഈസ് ദിസ്? അപ്പോൾ പുൾ ബാക്ക് അറിയത്തില്ലെങ്കിൽ പുൾ ബാക്കിൻ്റെ ഇതെന്തിനാണെന്ന് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബിക്കോസ് പുൾ ബാക്ക് സീരീസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം ക്യാൻഡിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓൾ റൈറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കണം, ഇത് പുൾ ബാക്ക് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് പറയുന്നില്ല. ഓക്കെ, മടിയന്മാരെ സംബന്ധിച്ച് പ്രീവിയസ്ലി നമ്മളുടെ പുൾ ബാക്കിൻ്റെ സീരീസ് വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് അടിച്ച് പോയേക്കരുത് കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് സീ. ബിക്കോസ് ഇതെല്ലാം നിങ്ങളെ ഓരോരുത്തരെയും നമുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുവാണ്, എങ്ങനെയാണ് നമുക്കൊരു നല്ല ട്രേഡർ ആകാൻ പറ്റുന്നതെന്ന് അല്ലേ. അപ്പോൾ അടുത്ത ദിവസം ട്രേഡിങ് തുടങ്ങി. അന്നത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല, പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തില്ല, അവിടെ ഒന്ന് ക്ലോസ് ചെയ്തു, റൈറ്റ്. നൗ നെക്സ്റ്റ് സോ സി വെരി ചോപ്പി മാർക്കറ്റ്. സി പ്രൈസ് ആക്ഷൻ കണ്ടോ, എന്തൊരു ചോപ്പിനെസ് ആണെന്ന് ചോദിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കുക. സോ അവോയ്ഡ് ട്രേഡിങ്, ഒരു കാര്യമില്ല ഇതിനകത്ത്, ട്രേഡ് ചെയ്യുന്നതിനകത്ത്. ഓക്കെ, സോ ഇതൊരു എന്താ പറ്റുന്നത് 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആയിരുന്നു. സോ നമ്മളെ സംബന്ധിച്ച് ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് വന്നു. അപ്പം ഇവിടെ എന്താണ് എന്താക്കുന്നത്? സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നു. സോ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുമ്പോൾ എൻട്രി. പിന്നെയും എന്ത് പറ്റി? സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തു. സ്വിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കുന്നില്ല, അവിടെ നോക്കട്ടെ. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോവുക. സോ അന്നത്തെ ദിവസം പോയി ക്ലോസ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, നമുക്ക് എൻട്രി കിട്ടിയില്ല. നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് വീണ്ടും വരുവാണ്. സോ നമ്മൾ നോക്കുന്ന ബൈ സൈഡിലേക്കുള്ള എൻട്രി നോക്കുന്നത്. സെൽ സൈഡിലേക്ക് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്. അപ്പം പക്ഷേ നമുക്ക് ബൈ സൈഡ് ആദ്യം നല്ലപോലെ പഠിച്ചതിന് ശേഷം സെൽ സൈഡ് നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കി സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തു, റൈറ്റ്. സ്വിങ് ഫോം ചെയ്തിരിക്കുന്നു. സോ സ്വിങ്ങിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് സ്വിങ്ങിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. അപ്പം സ്വിങ് സ്വീപ്പ് ചെയ്യുമ്പോൾ എൻട്രി ഉണ്ട്, റൈറ്റ്. അതുപോലെ തന്നെ ഇതെന്താണ്? 3 ക്യാൻഡിൽ പുൾ ബാക്കാണ്. അപ്പോൾ പ്രൈസ് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഈ ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എന്താണെങ്കിലും ഒരു 100% കോൺഫിഡൻസോടുകൂടി എൻട്രി എടുക്കാൻ പറ്റും. സോ നമ്മുടെ എൻട്രി വിൽ ബി ഇത്രയും ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എൻട്രി ഈ ഒരു സ്വിംഗ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ള കാര്യം. അപ്പോൾ അതെന്താണെങ്കിലും ടാർഗറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, ഇല്ലെങ്കിൽ പോയി. സി പെർഫെക്റ്റ് അല്ലേ. ഇവിടെ നമ്മളുടെ എൻട്രി സ്വീപ്പ് ചെയ്തില്ല, പക്ഷേ നമുക്ക് നമ്മുടെ കറക്റ്റ് അല്ലേ, അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. ചെറിയൊരു പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. എത്ര പോയിൻറ്റിന് എൻട്രി നോക്കിയാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വെറും 5 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. സോ അവിടെ വന്നു, എൻട്രി വന്നു. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ പ്രൈസ് ആക്ഷൻ വന്നു. നൗ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, മറന്നുപോയി എന്താണെന്നുള്ളത്. എന്താണ്? സ്വിംഗ് ട്രേഡ് സെറ്റപ്പിനകത്തുള്ള സ്വിംഗ് ട്രേഡ് സെറ്റപ്പ് സെല്ലിംഗ് ക്ലൈമാക്സിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ക്യാൻ യു ഏബിൾ ടു സ്പോട്ട് സംതിങ് ഹിയർ? മനസ്സിലായോ? അപ്പോൾ സ്വിംഗ് ട്രേഡ് സെറ്റപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഈ ചാർട്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരു നല്ല സെറ്റ്. ഇവിടെ ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എൻട്രിക്ക് ഫോർമേഷൻ നമ്മൾ ഈ സെറ്റപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും സ്വിംഗ് ട്രേഡ് സെറ്റപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇതിനകത്ത് എന്ത് ഫോർമേഷനകത്താണ് നമുക്കൊരു ബൈയിങ് സൈഡിലേക്ക് എൻട്രിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡ് സെറ്റപ്പിൻ്റെ 3 വീഡിയോകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്തെല്ലാം പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആക്ച്വലി ഇതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്, എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും പ്രൈസ് വരുന്നതെന്നുള്ളതാണ് അല്ലേ. നമ്മൾ പ്രീവിയസ്ലി അനലൈസ് ചെയ്യുന്ന ചാർട്ട് വെച്ച് നോക്കുമ്പം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒത്തിരി പുറകിലത്തെ ചാർട്ടാണെങ്കിലും നമ്മളിപ്പോൾ ലൈവ് മാർക്കറ്റിൻ്റെ ചാർട്ടാണെങ്കിലും ബിറ്റ് കോയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഏതാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചർ എലോൺ വിൽ നോട്ട് ഹെൽപ്പ് യു. ബട്ട്
സ്ട്രക്ചർ എലോൺ വിൽ നോട്ട് ഹെൽപ്പ് യു എന്ന് പറയുമ്പോഴത്തേനും ഈ സ്ട്രക്ചറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സിംപിളി നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വിങ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ആ സ്വിങ്ങിൻ്റെ ടോപ്പും ബോട്ടം ഇഷ്ടം പോലെ സ്റ്റോപ്പ് ലോസ് ഏരിയയാണ്, ലിക്വിഡിറ്റി ഉണ്ട്. സോ അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിരിക്കും അല്ലേ. അപ്പം നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുമ്പം നമ്മൾ വേറെ സംതിങ് നമ്മൾ ക്ലബും കൂടെ ചെയ്യുക. എന്ത് ക്ലബ് ചെയ്യണം? വോളിയത്തിൻ്റെ ഡിസ്കൗണ്ടിങ് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? പുൾ ബാക്ക് സെനേരിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ പുൾ ബാക്ക് മാർക്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പുൾ ബാക്കിന് ബോട്ടം പ്രൈസ് വരുമ്പോൾ പ്രൈസിൻ്റെ എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ മുകളിലേക്ക് അതുകൊണ്ടാണ് പോകുന്നത്. സോ ഈ ഒരു ആക്ടിവിറ്റി പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്യുമ്പോഴേ നെക്സ്റ്റ് 3-4 ക്യാൻഡിൽ വിത്തിൻ സെക്കൻഡ്സ് മൊമെൻറ്റം വരുന്നതിൻ്റെ ഉദ്ദേശം കൊണ്ട് എന്താണെന്നുള്ളത്. ബിക്കോസ് ഇത് ഈ നല്ലപോലെ ട്രേഡിങ് അറിയാവുന്ന 5% ആൾക്കാർക്കും ഈ ഒരു സെറ്റപ്പിലാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാവരും കൂടെ ഒറ്റ ബൈ തീർന്നു, അടിച്ചു. അപ്പോൾ തന്നെ അവൻ്റെ ബ്രാക്കറ്റ് ഓർഡർ ഇട്ട് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഓർഡർ ഇട്ട് കഴിഞ്ഞ് എക്സിക്യൂട്ടും ചെയ്ത് ഓർഡർ കഴിഞ്ഞ് അന്നേരം തന്നെ വിത്തിൻ 3 മിനിറ്റിനുള്ളിൽ 6 മിനിറ്റിനുള്ളിൽ ട്രേഡിങ് കഴിഞ്ഞു, ടാർഗറ്റ് ഹിറ്റ്. മനസ്സിലായി? അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്വിങ് ആണോ എന്താണ് ഇവിടെ വരുന്നത് നോക്കുക. സോ അന്നത്തെ ദിവസം ഒന്നുമില്ല, ട്രേഡിങ് ഒന്നുമില്ല. പക്ഷേ ഇത്രയും വലിയ മൂവ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത് സക്സസ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു സക്സസ് കിട്ടി. സോ ചൂസ് ചെയ്യായിരുന്നു, ഒരു ദിവസം നമ്മൾ ട്രേഡ് ചെയ്തില്ല. രണ്ടാമത്തെ സക്സസ് ഇവിടെ കിട്ടി, ഇത് ഫെയിലായി. എങ്കിൽ പോലും ട്രേഡ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രൈസ് ആക്ഷൻ അവിടെ വന്നിരിക്കുന്നു. പിന്നെ എന്താണ്, ഇവിടെ ഒരു സക്സസ് കിട്ടി, ഇവിടെ നമുക്ക് എൻട്രി മിസ്സായി അല്ലേ. മോസ്റ്റ്ലി നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ സെറ്റപ്പ് പ്രകാരം എന്താണ് നമ്മൾ കാണുന്നത്, നമുക്ക് സക്സസ് അല്ലേ നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ലെസ് ഈസ് മോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലെ ആണെങ്കിൽ പോലും നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി നോക്കിയിരുന്നിട്ട് ഈ ഒരു സെറ്റപ്പ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് മണി, സം മണി, റൈറ്റ്. അപ്പം അന്നേരം ഓർക്കും, ഇതെന്തൊരു ബോറ് പിടിച്ച പരിപാടിയാണിത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുഴുവൻ പ്രൈസ് ആക്ഷൻ ഇങ്ങനെ ഞാൻ നോക്കിയിരുന്ന് മടുത്തു പോയില്ലോ എന്നുള്ളത്. സോ മേക്കിംഗ് മണി ഈസ് എ ബോറിങ് തിങ്. ബോർഡമിൽ കൂടെയാണ് മേക്കിംഗ് മണി ഉണ്ടാക്കുന്നത് അല്ലേ. റിലയൻസ് എന്ന് പറയുന്ന കമ്പനി അല്ലേ, 10,000 കോടി രൂപ ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു. അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് എത്രയാണ്? 20% ഉള്ളൂ. ഒരു വർഷം മുഴുവനും ഇത്രയും ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തിട്ട് ഈ ലോകം മുഴുവനുള്ള റിലയൻസ് റീറ്റെയിൽ അത് ഇതെന്നെല്ലാം പറഞ്ഞ് എന്തോരം കമ്പനി എന്തോരം ആൾക്കാർക്ക് ജോലി കൊടുത്ത് അതിനുശേഷം അതിനകത്ത് നിന്ന് കിട്ടുന്ന അതെന്ന് പറയുന്നത് ഒരു വർഷം കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും വലിയ കമ്പനിക്ക് ഇത്രയും 20% മാർജിൻ അല്ലെങ്കിൽ 25% മാർജിനെ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ ബിസിനസ്. സോ ബിസിനസ് എന്ത് ചെയ്യണം? നമ്മൾ പെർഫെക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് നല്ല സെറ്റപ്പ് ആയിരിക്കും. 35 പോയിൻറ്റ് ചിലപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ അല്ലേ. ചിലപ്പം 36 പോയിൻറ്റ് വരുന്നു, ചിലപ്പം 39 പോയിൻറ്റ് വരുന്നു, ചിലപ്പം എത്ര പോയിൻറ്റ് വരുന്നു? 55 പോയിൻറ്റ് വരുന്നു, റൈറ്റ്. ചിലപ്പം 75 പോയിൻറ്റ് വരുന്നു, റൈറ്റ്. എന്ത് ഇവിടെ ചിലപ്പോൾ 61 പോയിൻറ്റ് വരുന്നു, ചിലപ്പം 35 പോയിൻറ്റ് വരുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് പറയുന്നത്, ഈ ഒരു സെറ്റപ്പ് കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ ഞാൻ ഇത് ഭയങ്കര പാട് പിടിച്ച പരിപാടി, എനിക്ക് ഇതിനകത്ത് മുഴുവനും ഇത്രയും നേരം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് ട്രേഡ് ചെയ്തിട്ട് കൂടുതൽ ക്വാളിറ്റി ഇല്ലാത്ത സെറ്റപ്പിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 സെറ്റപ്പ് ഈൽഡ് ചെയ്യുന്ന അത്രയും പോലും കിട്ടത്തില്ല. ഡെയിലി 10 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി ദേ വിൽ നോട്ട് ബി വിന്നിങ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് റിയൽ സക്സസ് ഇൻ ദ മാർക്കറ്റ് യു നീഡ് ടു ഫോക്കസ് ഓൺ എ ക്ലാസ് സെറ്റപ്പ്. അപ്പോൾ ഈ ക്ലാസ് സെറ്റപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ് അതിനകത്തുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റപ്പ് പല സെറ്റപ്പ് എനിക്ക് കാണിക്കാൻ പറ്റും അല്ലേ. ഞാനിപ്പോൾ എത്രയോ മോഡൽ, എത്ര ഡിഫറെൻറ്റ് മോഡൽ എൻട്രി സെനാരിയോസ് ഞാൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ എൻട്രി സെനാരിയോസിനകത്തും ഉള്ള കാര്യം എന്താണ്, നമ്മളത് പെർഫെക്റ്റ് ചെയ്ത് നോക്കണം. പെർഫെക്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കൊരു എഡ്ജ് കിട്ടുന്നത്. ഓക്കെ, ആ കിട്ടുന്ന എഡ്ജിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ യു ആർ ഡൂയിങ് എ പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതർവൈസ് യു ആർ ഗ്യാമ്പിളിങ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ മുന്നിൽ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോഴത്തേനും നമുക്ക് ഈ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യണോ? അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ മാർക്കറ്റിനെ പറ്റി? അതുപോലെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം നീങ്ങിയിട്ടുണ്ടോ? ലൈവ് മാർക്കറ്റിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്കറ്റ് വരുമെന്ന് പറയുന്നത്. ഓക്കെ, ഓൺ എ ഗ്ലോബൽ സ്കെയിൽ വോളിയത്തിൻ്റെ ഡിസ്കൗണ്ടിങ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാനത് എന്തോരം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നമ്മളുടെ ഓൺ എക്സ്പീരിയൻസിൽ കൂടി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റിയോട് കൂടി വേണം മാർക്കറ്റിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളെ ഓരോരുത്തരും വഴക്ക് പറയുന്ന പോലെ അല്ല ഞാനിത് പറഞ്ഞിട്ടിരിക്കും. ബിക്കോസ് സം കമൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്?
നിങ്ങളെ ഓരോരുത്തരെയും പ്രൊഫഷണലി ട്രേഡിംഗ് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് യൂട്യൂബ് വീഡിയോ അതായത് ഏതെങ്കിലും ഇംഗ്ലീഷ് ചാനലോ എന്തെങ്കിലും യൂട്യൂബ് പ്രൊഫഷണലായിട്ട് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലകത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ മാർക്ക് ഡഗ്ലസിൻ്റെ ട്രേഡിംഗ് ഇൻ ദ സോൺ ബുക്സൊക്കെ വായിച്ച് നോക്കുക. അതിനകത്ത് എന്താണ് പറയുന്നത്? അതിനകത്താണെങ്കിൽ പോലും നമ്മൾ ഒത്തിരിയധികം ട്രേഡിംഗ് ബുക്സ് ഞാൻ വായിച്ചതിനകത്തുനിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഇത്രയേ ഉള്ളൂ. യു നീഡ് ടു മേക്ക് എ ക്ലാസി സെറ്റപ്പ് ഓഫ് യുവർ ഓൺ ഫോക്കസ് ഓൺ വൺ തിങ്. ബട്ട് പ്രൈസ് ആക്ഷൻ നമുക്ക് ഡിഫറൻറ്റ് ഡൈനാമിക്സിൽ നമുക്ക് പ്രൈസിൻ്റെ ആക്ഷൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ, അതാണ് നമ്മുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിനകത്ത് ഒത്തിരി അധികം വീഡിയോസ് പ്രൈസ് ആക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവസാനം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വെച്ചിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഫോം ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. സോ യു മേക്ക് എ സെറ്റപ്പ് ഓഫ് യുവർ ഓൺ, എൻട്രി ഓൺ പുൾ ബാക്ക് ഒള്ളി. ഓക്കെ, അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി, എൻട്രി ഓൺ പുൾ ബാക്ക് ഒള്ളി. പക്ഷേ അത് നോക്കുമ്പോൾ നമ്മൾ നോക്കണം എന്ത് സെനാരിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ആക്ഷൻ, എന്താണ് ദ ബിഗ് പ്ലെയറിൻ്റെ ആക്ടിവിറ്റി, ദ പ്രൈസ് ആക്ഷൻ എന്താണ്? വാട്ട് ഈസ് ദാറ്റ് പ്രൈസ് ആക്ഷൻ? Price action is nothing but it is a selling climax, an automatic rally, liquidation of selling climax, right? Then it goes on ranging, or it makes again another high, liquidation of this, and it targets the other way. അപ്പം നമ്മൾ നോക്കുന്നത് ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അത് തുടങ്ങി വെച്ചതിന് ശേഷം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ റെഡ് ക്യാൻഡിൽ കാണുമ്പം സെല്ലിങ്ങിലേക്ക് പോകും എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ബൈങ് വരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് പിന്നെ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് തന്നെ ഹെഡ് ചെയ്യുമെന്നല്ല വിചാരിക്കേണ്ടത്. സെല്ലിംഗ് സെനാരിയോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ്. അങ്ങനെ മാർക്കറ്റ് താഴേക്ക് വരത്തുള്ളൂ. സോ എന്താണ് സംഭവിക്കുന്നത്? രാവിലെ നമ്മൾ ഇവിടെ വെച്ച് സെല്ല് ചെയ്ത ഒരാളെ സംബന്ധിച്ച് തിരിച്ച് മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേനും അവർ കട്ട് ചെയ്തിരിക്കും. വീണ്ടും ഇവിടെ വെച്ച് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വീണ്ടും മാർക്കറ്റ് അതിന് മുകളിൽ വന്നിരിക്കുമ്പോൾ അത് വീണ്ടും കട്ട് ചെയ്തിരിക്കും. വീണ്ടും സെല്ല് ചെയ്യുന്നതിന് കൂടി ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഇവിടെ ഇരിക്കും. വീണ്ടും പ്രൈസ് താണ്ട് 3-4 ക്യാൻഡിൽ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും അത് കട്ട് ചെയ്തിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഫൈനൽ സെല്ലിങ്ങിൽ ഇവിടെ വെച്ച് ആരാണോ സെല്ല് ചെയ്യുന്നത് അവർക്കാണ് ഏകദേശം കുറച്ചുകൂടെയെങ്കിലും ഒരു നല്ല മാർജിൻ, ഇവിടെ തൊട്ടുള്ള മൂവ്മെൻറ്റിനോ നമ്മുടെ ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ നമുക്ക് അതിനകത്തുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് പ്രൈസ് ആക്ഷൻ്റെ ടെക്നിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഓവറോൾ ഐഡിയ ഉണ്ട് അല്ലേ. സോ ദിസ് ഈസ് എ ട്രേഡിംഗ് സീക്രട്സ് ഈസ് എ കംപ്ലീറ്റ് ചാനൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് പ്രൈസ് ആക്ഷൻ എന്ന് ഞാൻ പറയുന്നത്. ബിക്കോസ് എനിക്ക് അതിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇത്രയും കാര്യമായിട്ട് ഓരോ ദിവസവും ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലേ. പ്രൈസ് ആക്ഷൻ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളുടെ സെറ്റപ്പ് ഷുഡ് ബി വാട്ട് വിൽ ബി യുവർ സെറ്റപ്പ് വിൽ ബി ബേസ്ഡ് ഓൺ എ പ്രിസിഷൻ, റൈറ്റ്. അപ്പോൾ പ്രിസിഷൻ എന്താണ്? ഇങ്ങനെ പ്രൈസ് വരുമ്പോൾ ആ ഏരിയയിലെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി, വോളിയത്തിൻ്റെ ആക്ടിവിറ്റി, സ്വിംഗ് സ്വീപ്പാണോ, ലിക്വിഡിറ്റി സ്വീപ്പാണോ, പുൾ ബാക്ക് സ്വീപ്പാണോ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ്. അതിൻ്റെ മുകളിൽ സ്വിംഗ് സെറ്റപ്പാണ് ഫോം ചെയ്തിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ പുൾ ബാക്കിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ക്ലബ് ചെയ്യുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് യു ഫോളോ വൺ സെറ്റപ്പ്, റൈറ്റ്. പക്ഷേ ഞാനിങ്ങനെ മൾട്ടിപ്പിൾ സെറ്റപ്പ് ഞാനിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. സോ പ്രാക്ടീസ് ഓൾ ദിസ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും യു ഗെറ്റ് ആൻ എൻട്രി ഹിയർ ബേസ്ഡ് ഓൺ വോളിയം, ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി, ബേസ്ഡ് ഓൺ സെല്ലിംഗ് ക്ലൈമാക്സ്, യു ഗെറ്റ് ആൻ എൻട്രി ഹിയർ. അങ്ങനെ പല സമയത്ത് നമുക്ക് കൂടുതൽ എൻട്രി വേണമെങ്കിൽ കൂടുതൽ കഷ്ടപ്പെടണം, കൂടുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്യണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ നേരം നമ്മൾ ഈ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ആദ്യം മുതലുള്ള ക്യാൻഡിൽ തിയറി തൊട്ട് ദ ആർട്ട് ഓഫ് ട്രേഡിംഗ് എന്നുള്ള ഇത് മുതൽ കംപ്ലീറ്റ് നമ്മൾ കണ്ടു വന്ന് നമ്മൾ പഠിച്ച് മിടുക്കരായിട്ട് നമ്മൾ നമ്മളിതിനകത്ത് റിസർച്ച് ചെയ്യല്ല, ബട്ട് യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് പ്രൈസ് മൂവ്മെൻറ്റ്. ഇതിനകത്തോട് നോക്കുമ്പോൾ യു ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ കളർ ഓഫ് ദ ക്യാൻഡിൽ, യു ആർ ഫോക്കസിങ് ഓൺ ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. ഇന്നത്തെ ലെക്ചർ കുറേ നേരം കൂടിപ്പോയി, 50 മിനിറ്റോളമായി. താങ്ക് യു. എല്ലാവരും കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.